ഇടിമിന്നൽ കാരണം ടി വി പോയി, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം ഫ്രിഡ്ജ് പോയി എന്നൊക്കെ നമ്മൾ സർവ്വസാധാരണം കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനൊക്കെ എന്ത് ചെയ്യാം? ലൈറ്റ്നിങ് അറസ്റ്ററും സർജ് പ്രൊട്ടക്ടറും ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞ ടോപ്പിക്കാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ വീടുകളിൽ ലൈറ്റ്നിങ്ങും അല്ലെ സർജസും കൊണ്ട് വീടുകളിലെ ഉപകരണങ്ങൾ കേടാവുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു സൊല്യൂഷനാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു OBO, ഒരു ജർമ്മൻ കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയുടെ സർജ് പ്രൊട്ടക്ഷൻ ടൈപ്പ് 1 ടൈപ്പ് 2 സീരീസിലുള്ള ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിനെ പരിചയപ്പെടുത്തുകയാണ്. ഹായ്, ഞാൻ അമൃത് ശിശിർ, MEP കൺസൾട്ടന്റ്, ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ OBO എന്ന ബ്രാൻഡിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോവാം. OBO ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഇവർക്ക് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, പിന്നെ കേബിൾ ഫിക്സിംഗ് ആൻഡ് കേബിൾ ഡക്റ്റിംഗ് സിസ്റ്റംസ്, അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് അവരുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, അഥവാ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഡിവൈസിൻ്റെ. ഞങ്ങൾ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നത് ടൈപ്പ് 1 ടൈപ്പ് 2 പ്രൊട്ടക്ഷൻ ഉള്ള സിസ്റ്റമാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ 99% ലൈറ്റ്നിങ് വരുന്നത് നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് വന്നിട്ടല്ല, പകരം വേറെ എവിടെയെങ്കിലും ഒരു ലൈറ്റ്നിങ് വീഴും, അത് KCB ലൈന് വഴി നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അകത്തേക്ക് കയറി വരുന്നു. ഇത് ആണ് ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. 99% ലൈറ്റ്നിങ് ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ് ആണ് നമ്മുടെ വീട്ടിൽ എഫക്ട് ചെയ്യുന്നത്. വളരെ മൈനർ ക്വാണ്ടിറ്റിന് ഡയറക്റ്റ് ലൈറ്റ്നിങ്ങിന് മെയിൻ ആയിട്ട് നമുക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ വേണം. പക്ഷേ ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ടൈപ്പ് 1 ചെയ്യുന്നത്. ടൈപ്പ് 2 ആവട്ടെ, നമ്മുടെ വീടുകളിൽ സർജ്, പെട്ടെന്നുള്ള വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ കാരണം വരുന്ന സർജസിനെ മറ്റ് എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ടർ. ടൈപ്പ് 1 ആൻഡ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിൽ ഈ രണ്ട് പ്രൊട്ടക്ഷൻ, ഒന്ന് ലൈറ്റ്നിങ്ങും ഒന്ന് വോൾട്ടേജ് സർജസിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും ലഭിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന്. ഇത് OBOന്റെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഞാൻ പറഞ്ഞ പോലെ ഇത് സിംഗിൾ ഫേസിനുള്ളതാണ്. അതായത് സിംഗിൾ ഫേസ്, ഒരു ഫേസും ഒരു ന്യൂട്രലിനും ഉള്ളതാണുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഫേസ് ഒരു ന്യൂട്രൽ കണക്ട് ചെയ്ത് കൊടുക്കാം, ലൈനിൽ നിന്ന് വരുന്നത്. ഇതിന് താഴെ എർത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡിവൈസ് നമുക്ക് റിമൂവബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കേടാവുന്ന ഒരു ഭാഗം ഈ കാട്രിഡ്ജ് ആണ്. കാട്രിഡ്ജ് കേടായി എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഗ്രീൻ ഭാഗം റെഡ് ആയി മാറും. ഈ കേടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ വലിച്ച് നിങ്ങളുടെ സപ്ലയറിന് പുതിയ കാട്രിഡ്ജ് വാങ്ങി ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. രണ്ട് കാട്രിഡ്ജ് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് സാധനം. ഇതിൻ്റെ അടുത്ത് 25B+C ന്യൂട്രലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ V25B+C ഫേസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ന്യൂട്രൽ എന്ന് എഴുതിയ സ്ഥലത്ത് തന്നെ ബ്ലൂ ഇടണം. അതേപോലെ തന്നെ ഫേസ് എന്ന് എഴുതിയ സ്ഥലത്ത് തന്നെ ഈ ഓറഞ്ച് സാധനം ഇടണം. അത് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സാധനം. ഓക്കെ, B+C ടൈപ്പ് 1 ടൈപ്പ് 2 ആണ്. ഇതൊക്കെയാണുള്ളത്. ഇതിപ്പോ ഞാൻ OBOനെ കുറിച്ച് പറഞ്ഞപ്പോൾ OBOക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. കേബിൾ ഡ്രസ്സിങ്ങും അതേപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, SPD, DC SPD, അങ്ങനെ എല്ലാ ടൈപ്പുള്ള സ്പെർജസും ഉണ്ട്. അതിന്റെ കേബിൾ ട്രേസും കാര്യങ്ങളും, ഒരുപാട് ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വയറിംഗിലേക്ക് പോവാം. കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഇത് DBയിലേക്ക് കൊണ്ടുപോകാതെ ഏറ്റവും ബെസ്റ്റ് എനർജി മീറ്ററിൽ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മളൊരു സർജും അങ്ങനെയുള്ള ലൈറ്റ്നിങ് ഒക്കെ എന്തിനാണ് എനർജി മീറ്ററിൽ നിന്ന് DB വരെ എത്തിക്കുന്നത്? അപ്പൊ ഏറ്റവും ബെസ്റ്റ് എനർജി മീറ്റർ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള സർജസും ലൈറ്റ്നിങ് ഹൈ കറണ്ട് ഒക്കെ നമുക്ക് എർത്തിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ SPD വെക്കേണ്ടത് നമ്മുടെ എനർജി മീറ്ററിലാണ്. എനർജി മീറ്ററിൽ ഒരു ചെറിയ ലൊക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ചില എനർജി മീറ്റർ വരുന്നുണ്ട്, അതിനകത്ത് നമുക്ക് ELCB ഒക്കെ വെക്കാനുള്ള സ്ലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ എനർജി മീറ്റർ ശ്രദ്ധിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ SPD നല്ല വൃത്തിയായിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സർവീസ് ലൈന് നേരെ മീറ്ററിലേക്ക് കയറി, മീറ്ററിൽ നിന്ന് കട്ടൗട്ട് ഫ്യൂസിലേക്ക് കയറി, കട്ടൗട്ട് ഫ്യൂസിൽ പോകുന്ന വയർ നമ്മുടെ മെയിൻ സ്വിച്ചിൽ കയറി DBയിലേക്ക് പോകുന്ന വഴിക്ക് അവിടുന്ന് മെയിൻ സ്വിച്ചിന്റെ ഔട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് DBയിലേക്ക് പോവാം, ഒന്ന് സർജ് പ്രൊട്ടക്ടറിന്റെ ഫേസിലേക്കും മറ്റേത് ന്യൂട്രലിലേക്കും പോയിട്ട് നമ്മുടെ എർത്ത് പിറ്റിൽ നിന്ന് വരുന്ന മെയിൻ കോപ്പർ വയർ തന്നെ നമുക്ക് ഈ ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിന്റെ എർത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു എർത്തിങ് സിസ്റ്റമായി. ഇതേ എർത്തിൽ തന്നെ ലൂപ്പ് ചെയ്ത് DBയിലേക്കും കൊണ്ടുപോയാൽ മതി. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അഥവാ SPDക്ക് സെപ്പറേറ്റ് എർത്തിന്റെ ആവശ്യമില്ല. ഈ എർത്ത് സെപ്പറേറ്റ് കൊടുക്കേണ്ടതിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിന്റെ റൈറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് OBO സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിനെ കുറിച്ച് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന്റെ ഡീലറുടെ നമ്പറും
കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യാവുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങളൊരു പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി, ഇലക്ട്രിക്കൽ ഡിസൈൻസ് ആൻഡ് ഡ്രോയിങ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പർ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിന്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിന്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിന്റെ കോൺഡ്യൂട്ട് പൈപ്പിന്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിന്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിന്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.